ത്തിലാണ് വീണ്ടും 85 വർഷങ്ങൾക്ക് ശേഷം 1700 കലാകാരനായ ജോഹാൻ ഗയോർഗ് സുന്ദരമായ ഈ ഒരു ചിത്രം ആ ദേവാലയത്തിൽ വരച്ച് സ്ഥാപിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊക്കെ സുപരിചിതമാണ്. സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഇടതുഭാഗത്ത് ഒരു മാലാഖയുണ്ട്. ആ മാലാഖയുടെ കയ്യിൽ നിന്ന് ഒരു ചരട് പരിശുദ്ധ അമ്മയിലൂടെ വലതുഭാഗത്തുള്ള മറ്റൊരു മാലാഖയുടെ കയ്യിലേക്ക് വീഴുകയാണ്. ഇടതുഭാഗത്തിരിക്കുന്ന മാലാഖയുടെ കയ്യിലുള്ള ചരടുകൾക്ക് ഒരുപാട് കെട്ടുകളുണ്ട്. പക്ഷേ അത് അമ്മയിലൂടെ കടന്ന് വലതുഭാഗത്തുള്ള മാലാഖയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ കെട്ടുകളൊക്കെ അഴിഞ്ഞ് വളരെ ഭംഗിയുള്ള ചരടായിട്ട് മാറും. പ്രതീകാത്മകമാണ് എന്ന് പറയാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഛായാചിത്രത്തിൽ ഒരു മാലാഖ വൃന്ദം അമ്മയുടെ ചുറ്റുപാടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഛായാചിത്രത്തിന് ഏറ്റവും അടിയിലായി 2 പേരുടെ ചിത്രം കൂടെ ഉണ്ട്. അത് മറ്റാരുടെയുമല്ല, റഫായേൽ മാലാഖയും തോബിത്തും. റഫായേൽ മാലാഖ ദൈവത്തിൻ്റെ വഴി നടത്തലിൻ്റെ പ്രതീകമായും തോബിത്ത് യാത്രക്കാരൻ്റെ പ്രതീകമായും നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാനുള്ളതാണ്. ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ കുരുക്കുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി മാറി വരും. ആ സമയത്ത് ആ കുരുക്കുകൾ അഴിച്ച് മാറ്റി നിന്റെ ജീവിതത്തെ കെട്ടുപിണക്കങ്ങളില്ലാതെ സുന്ദരമായി കൊണ്ടു നടക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പരിശുദ്ധ അമ്മ ഈ കുരുക്കഴിക്കുന്ന മരിയ ഭക്തിയിലൂടെ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം, തമ്പുരാനോട് പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. പലപ്പോഴും കെട്ടുപണഞ്ഞ ഒരു ജീവിതമായി മാറാറുണ്ട്. അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കാതെ മുറിച്ചു കളയേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ വരെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇതാ അമ്മ നമ്മുടെ മുമ്പിൽ ശാന്തമായ പുഞ്ചിരിയോടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, കെട്ടുപിണഞ്ഞ ജീവിതത്തെ എൻ്റെ കയ്യിലേക്ക് നീ സമർപ്പിക്കുക. കെട്ടുപിണഞ്ഞതൊക്കെ മാറ്റി സുന്ദരമായ ഒരു ജീവിതമാക്കി ഞാനത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവ് മിശിഹായുടെ എൻ്റെ പുത്രനായ ഈശോയുടെ അടുക്കിലേക്ക് നമുക്ക് നടന്നെടുക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.